പിണറായിയെയും MV ഗോവിന്ദനെയും ഒതുക്കാനും മാറ്റി നിർത്താനുമുള്ള ഒരു ശ്രമം CPM-ൽ ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ഇരുവരും നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ആവശ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് തന്റെ പ്രതിപക്ഷ നേതാവ് കസേര പോയി പോകുമോ എന്നുള്ള ഭയം വല്ലാതെ വേട്ടയാടുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തനിക്കൊരു പദവി ആവശ്യമാണ്. ഒരു MLA പദവിയല്ല, അതിനപ്പുറത്തേക്ക് ഒരു പരിരക്ഷ ആവശ്യമാണ്, ഒരു പ്രിവിലേജ് അത് ആവശ്യമാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലൂടെ പിണറായിക്ക് കിട്ടുന്നുണ്ട്. അതിന് വിലങ്ങ് വയ്ക്കാൻ ആര് വന്നാലും, അതിന് വിലങ്ങ് തടിയാകാൻ ആര് വന്നാലും അവരെ പാടെ ഒഴിവാക്കുക, വെട്ടിമാറ്റുക എന്ന നിലപാടാണ് പിണറായി സ്വീകരിക്കുന്നത്. വല്ലാത്ത പേടിയിലേക്കും ഭയത്തിലേക്കും പിണറായി വീഴുമ്പോൾ ഒപ്പമുള്ള പലരെയും, അതായത് ഇനിയും ഉയർന്നു വരാൻ CPM-ൽ തന്റെ പേരിനേക്കാൾ തലപ്പൊക്കത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ളവരെ എല്ലാവരെയും ചന്ന ഭിന്ന വെട്ടിത്തള്ളുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് KN ബാലഗോപാൽ തനിക്കൊരു എതിരാളിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പിണറായിയെ വല്ലാതെ ഭയപ്പാടിലാക്കുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് കസേരയിലേക്ക് ബാലഗോപാലിനെ കൊണ്ടിരുത്തണം എന്നുള്ള വലിയ ആവശ്യം CPM-ൽ ശക്തമായിരുന്നു. എന്നാൽ അതിന് തടയിടുന്നതിന് വേണ്ടി പിണറായി വെടക്കാക്കി തനിക്കാക്കിയിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതാവ് കസേര അത് CPI-ക്ക് കൊടുക്കാൻ വ്യഗ്രത കാണിക്കുകയാണ് പിണറായി ഇപ്പോൾ. കാരണം അല്ലെങ്കിൽ ആ കസേരയിലേക്ക് ബാലഗോപാൽ കയറിയാൽ തന്റെ പ്രതിച്ഛായ മുഴുവൻ മങ്ങിപ്പോകുമെന്നും താൻ നിഷ്പ്രഭമാകുമെന്നും പിണറായി കരുതുന്നുണ്ട്. ഇതുകൂടാതെ നിയമസഭയിൽ ഒരു വേള തന്നെ അടിച്ചിരുത്തി വിറപ്പിച്ച, വിരൽ ചൂണ്ടി വിറപ്പിച്ച ബാലഗോപാലിനോട് ഒരു കലിപ്പും പിണറായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഉപനേതാവ് കസേരയിലേക്ക് ഒരു കാലത്തും ബാലഗോപാൽ എത്തരുത് എന്നുള്ളതാണ് പിണറായിയുടെ ആവശ്യം. ഉപനേതാവ് കസേരയിലേക്ക് ബാലഗോപാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവിന് വലിയ റോളൊന്നുമില്ല. കസറി നിയമസഭ കയ്യിലെടുക്കും ബാലഗോപാൽ. ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് പിണറായി ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവ് കസേര കൂടുതൽ ചർച്ചകൾക്കൊന്നും നിൽക്കാതെ അത് CPI-ക്ക് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ആ പദവി CPI-ക്ക് തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനം പിണറായിയുടേതു കൂടിയാണ്. ബിനോയ് വിശ്വവുമായിട്ട് വലിയ ചർച്ചകളൊക്കെ പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. CPM-ൽ തന്നെ ചർച്ച ഇപ്പോൾ ഇതാണ്, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പ്രതിപക്ഷ ഉപനേതാവ് കസേര CPI-ക്ക് കൊടുക്കണം. അതിന് പിന്നിൽ നിന്ന് എല്ലാ കളിയും കളിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുവരെ പിണറായി വിജയന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അതായത് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായി എത്തിയതും പിന്നീട് CPI തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, പ്രതിപക്ഷ ഉപനേതാവ് കസേര വേണം എന്ന്. എന്നാൽ അതിനെ ശക്തമായി എതിർത്ത് മുന്നിൽ നിന്നിരുന്ന പിണറായിയാണ് ഇന്നിപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഉപനേതാവിന്റെ, പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായിയാണ് നിന്ന നിൽപ്പിൽ ബാലഗോപാലിന്റെ പേര് ഉയർന്നു വന്നതോടുകൂടി എന്നാൽ അങ്ങനെ ഒരു പദവി വേണമെന്നും അത് CPI-ക്ക് കൊടുക്കാനും വിശാല ഹൃദയനായ ആശാൻ സമ്മതിച്ചിരിക്കുന്നത്. തന്റെ കസേരയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നിലഭദ്രമാക്കുകയാണ് പിണറായി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ CPM-ൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷത്തിന്റെയും ആവശ്യം പ്രതിപക്ഷ ഉപനേതാവ് കസേരയിലേക്ക് ബാലഗോപാൽ എത്തണമെന്നുള്ളതാണ്. നിയമസഭയിൽ VD സതീശന് നേർക്ക് നേർ നിൽക്കാൻ ശക്തനായ ഒരു എതിരാളിയെ വേണം. അങ്ങനെ ശക്തനായ ഒരു എതിരാളിയാകാൻ പിണറായിക്ക് കഴിയാത്തിടത്തോളം കാലം ബാലഗോപാലിനെ അവിടേക്ക് എത്തിക്കണം എന്നുള്ളതാണ് CPM-ലെ വലിയ ആവശ്യം. ഇപ്പോൾ ഈ ഉപനേതാവ് പദവിയെ ചൊല്ലി CPI തർക്കം ഒരു വശത്ത് മുറുകുന്നുമുണ്ട്. എന്നാൽ ഇതിൽ ഇടപെടാതെ വിഷയത്തിൽ ഈ പദവി അത് CPI-യുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി. എന്തായാലും വിഷയം അനുനയത്തിലൂടെ പരിഹരിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. CPI-യുടെ ശക്തമായ അവകാശവാദത്തെ തുടർന്ന് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് ധാരണയായിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ എല്ലായിടത്തും ചർച്ചയാകുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ കൈകളാണ് എന്നുള്ളതാണ്. ചൊവ്വാഴ്ച MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ നടത്തുന്ന കൂടിക്കാഴ്ചയോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിൽ CPI-ക്കുള്ളിലാണ് ഇനി അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. നിലവിൽ CPI-യുടെ നിയമസഭാ രേഖാ കക്ഷി നേതാവ് കൂടിയായ K രാജനാണ് ഈ പദവിയിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട്. നിയമസഭയിലെ പരിചയ സമ്പത്തും സഭയ്ക്കുള്ളിലെ മികച്ച പ്രകടനവും രാജൻ അനുകൂല ഘടകങ്ങളായി പാർട്ടിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവിന്റെ കസേരയിൽ കണ്ണുവെച്ച് മുൻ കൃഷിമന്ത്രി P പ്രസാദും സജീവമായി രംഗത്തുണ്ട്. സഭയിലും പുറത്തും പാർട്ടിയുടെ ശബ്ദമായി മാറാൻ തനിക്ക് സാധിക്കും എന്ന വിലയിരുത്തലിലാണ് പ്രസാദ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്.
സംസ്ഥാന നേതൃത്വത്തിലും മുന്നണി ഭരണസമിതിയിലും സ്വാധീനമുള്ള നേതാവെന്ന നിലയിൽ പ്രസാദിന്റെ അവകാശവാദത്തെ പാടെ തള്ളിക്കളയാൻ CPIക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തൊട്ടടുത്തിരിക്കുന്നത് ആരെന്നറിയാൻ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇവിടെ പിണറായി വിജയന് താല്പര്യം തൻ്റെ അനുയായിയായിട്ടൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം. അതായത് തന്നെ കവച്ചു വെക്കുന്ന ഒരു നേതാവ് നിയമസഭയിൽ ഉപനേതാവായിട്ട് വരേണ്ട, എനിക്ക് താഴെ നിൽക്കുന്ന ഒരു നേതാവായിരിക്കണം വരേണ്ടത് എന്നുള്ള വാശിയും പിണറായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ CPIയിൽ തൻ്റെ ശിങ്കിടിയായി നിൽക്കാൻ കഴിയുന്നത് ആരായാലും അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും പിണറായി ശ്രമിക്കുക. പക്ഷേ ഇവിടെ രാജൻ വരണമെന്നുള്ള ആവശ്യം CPIയിൽ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി പറയുന്നിടത്ത് രാജൻ നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. മുൻപ് ഭരണപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയന്റെ പല നടപടികളെയും എതിർത്തിട്ടുള്ള ആളാണ് രാജൻ. അതുകൊണ്ട് തന്നെ രാജൻ വന്നാലും പിണറായിക്ക് തിരിച്ചടിയാണ്.